പച്ചവിരിപ്പിട്ട വിശാലമായ പാടം, അതിന് മധ്യഭാഗത്തായാണ് പ്രത്യാശ പരത്തുന്ന കാഴ്ച. 1 മാസം പ്രായമായ നെൽച്ചെടിയിലാണ് കറുപ്പഴകിൽ ക്രിസ്തുദേവൻ തെളിയുന്നത്. അസാംബെത്ത, കാലാബെത്തി എന്നീ ഇനങ്ങളിൽപ്പെട്ട നെൽച്ചെടികളാണ് ചിത്രത്തിന് കറുപ്പഴക് വിരിക്കുന്നത്. അജയകുമാർ വല്ലുഴുത്തിലാണ് കർഷകൻ. കാലങ്ങളായി തരിച്ചുകിടന്ന കരഭൂമി നെൽകൃഷിക്കായി പാകപ്പെടുത്തി ആരംഭം കുറിക്കുകയായിരുന്നു. കൃഷിയിലെ കലാപ്രകടനം സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്നാണ് തുമ്പമൺ ഭദ്രാസനാധിപൻ കൃഷിയിടം സന്ദർശിച്ചത്. അത് വല്ലാതെ ആകർഷിച്ചു. 2 കാരണങ്ങളാണ് ഇതിനകത്തെ ആകർഷണീയത എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, അദ്ദേഹത്തിന് കൃഷിയോടുള്ള താല്പര്യം. ഞാനും അടിസ്ഥാനപരമായ ഒരു കൃഷിക്കാരനാണ്. രണ്ടാമത്തേത്, ഒരു ഹൈന്ദവ സഹോദരൻ യേശുക്രിസ്തുവിൻ്റെ ഒരു പടം തൻ്റെ നെൽപ്പാടത്തിൽ അങ്ങനെ പതിപ്പിച്ചു എന്ന് പറഞ്ഞതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒന്ന് കാണണം, ആ മനസ്സൊന്നറിയണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും എന്നെ ഇവിടെ കൊണ്ടുവന്നത്. 20 ഇനം നെൽവിത്തുകളാണ് കൃഷി ഇറക്കിയത്. വയനാട്, തമിഴ്നാട്, അസാം എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി വിത്തുകൾ ശേഖരിച്ചു. ആറന്മുളയിലെ പ്രധാന കർഷകരിൽ ഒരാളായ MS സുനിൽകുമാറിന്റെ കൃഷിവിജ്ഞാനം കൂടിയാണ് പാടത്ത് തെളിയുന്നത്. ചുമർചിത്ര കലാകാരൻ അഖിൽ ആറന്മുളയാണ് യേശുദേവന്റെ രൂപം തീർത്തത്. മൂവരെയും മെത്രാപ്പോലീത്ത ആദരിച്ചു. എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ ക്രിസ്മസ് കാരോളിനൊക്കെ പോകുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും രാത്രി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, കൂട്ടായ്മ. അപ്പം ആ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ അത് ഈ നെല്ലിലൂടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇത് കണ്ടെങ്കിലും ജനങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം. കൃഷി അറിയാനെത്തിയ മെത്രാപ്പോലിത്തയ്ക്ക് കർഷകർ നെൽക്കതിർ സമ്മാനമായി നൽകി. പരസ്പരം ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നാണ് പിന്നീട് അവർ മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, എന്തൊരു ഭംഗിയാണ് ആ ഒരു കലാസൃഷ്ടി കാണാൻ. മതസൗഹാർദ്ദത്തിന്റെ കലാസൃഷ്ടി എന്നുകൂടി പറയാമല്ലേ? 2 ആഴ്ച മുൻപാണ് പുല്ലാട് ആത്മാവ് കവലയിലെ ഈ കൃഷിയിടത്തെക്കുറിച്ചും പാടിയാട്ടിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. ഇത് സംബന്ധിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾ നമ്മളെ ബന്ധപ്പെടുന്നത്. സഭയുടെ ഇവിടുത്തെ PRO ആയിട്ടുള്ള അഡ്വക്കേറ്റ് ബാബുജി ഈശോ കർഷകരെ നേരിൽ കണ്ട് അവരുടെ സൗകര്യം കണക്കിലെടുത്ത് മെത്രാപ്പോലിത്തയ്ക്ക് ഒരു സന്ദർശനത്തിൻ്റെ തീയതി നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. മെത്രാപ്പോലിത്തയെ സംബന്ധിച്ചിടത്തോളം പാടി ആർട്ട് നേരിൽ കാണുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. കൃഷിയിടത്തിൽ മെത്രാപ്പോലിത്തയെ പോലെ ഒരാൾ വന്ന് സന്ദർശനം നടത്തുകയും കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഒരു നല്ല അനുഭവമായിരുന്നു, ആദ്യ അനുഭവമായിരുന്നു. ക്രിസ്മസ് കാലമാണ്. ചുരുക്കത്തിൽ ഇതൊരു പ്രത്യാശയുടെ പുതിയ സന്ദേശം കൂടി പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായി തന്നെ ഉയർത്തി കാണിക്കാനുള്ളത്. 3 പേരാണ് ആദരിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അജയകുമാർ വെല്ലുവിടുത്തിൽ. അദ്ദേഹം പ്രവാസി വ്യവസായിയാണ്. മറ്റൊരാൾ കൃഷിമന്ത്രിക്കൊപ്പം ഇസ്രായേലിൽ കൃഷി പഠനത്തിന് പോയ സുനിൽകുമാറാണ്. മറ്റൊരാൾ ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കി, യേശുദേവൻ്റെ രൂപരേഖ തയ്യാറാക്കിയ ചിത്രകാരൻ അഖിൽ ആറന്മുളയാണ്. 3 പേരെയും കൃഷിയിടത്തിൽ വെച്ച് തന്നെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഒപ്പം തന്നെ ക്രിസ്മസിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തിരിച്ച് മെത്രാപ്പോലിത്തയ്ക്കും അവർ സമ്മാനങ്ങൾ കരുതിയിരുന്നു. കൂട്ടായ്മയുടെ ഒരു വലിയ കാഴ്ച തന്നെയാണ് കൃഷിയിടത്തിൽ പങ്കുവെക്കപ്പെട്ടത്. അത് ഇരു കൂട്ടർക്കും വലിയ ആഹ്ലാദത്തിന്റെ ദിനങ്ങൾ ഈ ക്രിസ്മസ്. ശരി അഭിലാൽ, എന്തായാലും അജയകുമാർ ഈ കലയോടുള്ള സ്നേഹവും മണ്ണിനോടുള്ള സ്നേഹവും മതസൗഹാർദ്ദവും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകട്ടെ. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്.